വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വെള്ളിയാഴ്ച രാവിലെ വരെ 294 മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോഴും വലിയൊരു ചോദ്യം ബാക്കിയാവുകയാണ്. കാണാതായ 240 പേരെവിടെ എന്ന ചോദ്യമാണത്. ദുരന്ത ദിനമായ ചൊവ്വാഴ്ച രാത്രി 1, 2, 3 മണിക്ക് കിടക്കപ്പായയിൽ നിന്നും അവരാരും എഴുന്നേറ്റ് നാടുവിട്ടതല്ലെന്നുറപ്പാണ്. അവരെയും മരണം വിഴുങ്ങിയെന്ന് വേദനയോടെ കേരളം മനസ്സിലാക്കണമെന്നാണോ അനുഭവം പറയാതെ പറയുന്നതെന്നറിയില്ല. അങ്ങനെയെങ്കിൽ ഈ ദുരന്തത്തിന്റെ ആഴം നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി വെള്ളിയാഴ്ച രാവിലെ കണ്ടെടുത്തു. വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്നും ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്നുമാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. മലപ്പുറത്ത് ചാലിയാർ പുഴയുടെ ഭാഗമായ ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്നാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോത്തുങ്കൽ ഭാഗത്തു നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണിത്. പുഴയുടെ തീരത്ത് 2 കൂറ്റൻ കല്ലുകൾക്കിടയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പരിസരവാസികൾ അറിയിച്ചതനുസരിച്ച് പോലീസ് സംഘമടക്കമെത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ചൂരൽമല വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്നും കണ്ടെടുത്ത മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റി. 240 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. 1700 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. വ്യാഴാഴ്ച നടത്തിയ തെരച്ചിലിൽ 40 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. വെള്ളിയാഴ്ച ദുരന്ത മേഖലയിൽ തെരച്ചിൽ ഊർജിതമാണ്. 6 സോണുകളിലായി തിരിച്ചാണ് പരിശോധന. ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിച്ച് ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലാണ് തിരച്ചിൽ. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ 40 ടീമുകൾ തെരച്ചിൽ മേഖല 6 സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ 2ാമത്തെ സോണും പുഞ്ചിരിമട്ടം 3ാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതും GVHSS വെള്ളാർമല 5ാമത്തെ സോണും പുഴയുടെ അടിവാരം 6ാമത്തെ സോണുമാണ്. സൈന്യം, NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി, MEG ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. ഓരോ ടീമിലും 3 നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനും ഉണ്ട്. ഇതിനു പുറമെ ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം 3 രീതിയിൽ തെരച്ചിലും നടത്തുന്നുണ്ട്. 40 കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷന്റെ പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട്. പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിൽ നടത്തുന്നു. ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തുന്നു. എല്ലാ തെരച്ചിലിലും ഒരു ചോദ്യം മുന്നിലുണ്ട്: കാണാതായവർ എവിടെയെന്ന്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.